ഫയൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? പൂർണ്ണ മാർഗനിർദ്ദേശം. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു സർക്കാർ ഓഫീസിൽ നൽകിയ ഫയൽ നീണ്ട സമയമായി മുന്നോട്ടു പോകാതെ നിൽക്കുമ്പോൾ സാധാരണ പൗരൻ എന്തൊക്കെ ചെയ്യണം എന്നതാണ്. പലർക്കും ഫയൽ നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആശയക്കുഴപ്പമുണ്ടാകും. ആദ്യമായി ചെയ്യേണ്ടത് ഫയൽ യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കണ്ടെത്തുകയാണ്. അതിനായി അപേക്ഷ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസിൽ നേരിട്ട് ചോദിക്കണം. ഫയൽ ഏത് ഡെസ്കിലാണ്, ഏത് ഉദ്യോഗസ്ഥന്റെ പരിഗണനയിലാണ് എന്നത് അറിയണം. അടുത്തതായി ഫയൽ നിൽക്കാനുള്ള കാരണം ചോദിച്ച് മനസ്സിലാക്കണം. പലപ്പോഴും രേഖകളുടെ കുറവ്, വിശദീകരണക്കുറവ്, അല്ലെങ്കിൽ മുമ്പത്തെ ഫയലുകളുടെ അഭാവം തുടങ്ങിയവയാണ് കാരണം വ്യക്തമായാൽ അത് പരിഹരിക്കാൻ വേണ്ട രേഖകൾ സമർപ്പിക്കണം. ഒരു ലഘു എഴുത്തുപരാതി ഫയലിനൊപ്പം ചേർന്നാൽ വായമൊഴി ചോദ്യം ചെയ്യലിനേക്കാൾ എഴുത്തിൽ അപേക്ഷ നൽകുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഉദ്യോഗസ്ഥർക്ക് മറികടക്കാൻ കഴിയാത്ത രേഖയായി മാറും. നീണ്ട കാലമായി ഫയൽ നീങ്ങുന്നില്ലെങ്കിൽ RTI പോലുള്ള നിയമമാർഗങ്ങൾ ഉപയോഗിക്കാം. RTI വഴി ഫയൽ ഇപ്പോൾ എവിടെയാണ്, എത്ര ദിവസമായി അവിടെ നിൽക്കുന്നു എന്നെല്ലാം കൃത്യമായി അറിയാൻ കഴിയും. ഫയൽ നിൽക്കുമ്പോൾ ഭയപ്പെടാതെ നിയമപരമായ രീതിയിൽ പിന്തുടരുക എന്നതാണ് പ്രധാന കാര്യം. ശരിയായ മാർഗം സ്വീകരിച്ചാൽ ഭൂരിഭാഗം ഫയലുകളും മുന്നോട്ടു നീങ്ങും.